നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമാകും. കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നു എന്നായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴി. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. രാജ്യം കണ്ട ചരിത്രത്തിലെ ആദ്യത്തെ റേപ്പ് കൊട്ടേഷനാണ്, ബലാത്സംഗ കൊട്ടേഷനാണ്. ആ കൊട്ടേഷൻ കൊടുക്കാനുള്ള ഇന്റൻഷൻ എന്താണ് എന്നതിൽ ഈ മഞ്ജു വാര്യരുടെ മൊഴി ഏറ്റവും നിർണായകമായ ഒരു മൊഴിയാണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ, അത് ഹൈലൈറ്റ് അല്ല, എന്റെ ലൈഫിന്റെ ഫുൾ ലൈറ്റ് പോകും. നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം മുതൽ ആദ്യം ഉണ്ടായിരുന്ന മൊഴികൾ മാറ്റിയവർ പലരാണ്. അതിൽ 28ഓളം ആളുകളാണ് മൊഴി മാറ്റി പറഞ്ഞത്. പക്ഷേ അന്നുള്ള അതേ മൊഴി തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. മഞ്ജു വാര്യരുടെ മൊഴി ഇപ്രകാരമാണ്. അതായത്, ഈ കാവ്യയുമായുള്ള ദിലീപിന്റെ ബന്ധത്തിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞത്. നീ തീർന്നടാ, നീ തീർന്നു. കാവ്യയുമായുള്ള ബന്ധത്തിന്റെ ചില സൂചനകൾ, ചില വിവരങ്ങൾ ദിലീപിന്റെ ഫോണിൽ നിന്ന് അറിയുന്നു. പിന്നീട് അത് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് അതേക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നോട് ആദ്യം പറഞ്ഞത് ഈ അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നു. എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. അത് വലിയ തോതിൽ തന്നെ സംശയിക്കുകയും അത് മറ്റു പലരോടും ആ രീതിയിൽ തന്റെ ജീവിതം തകർത്തത് ഈ നടിയാണ് എന്നുള്ള നിലയ്ക്ക് പറയുകയും ചെയ്തു എന്നുള്ളതായിരുന്നു മഞ്ജുവിന്റെ ഒരു മൊഴിയുള്ളത്. അതിജീവിതകളെ സംബന്ധിച്ച ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ദിവസമാണ്. അതേസമയം തന്നെ താൻ ഇപ്പോഴും ഈ കേസിൽ ഇരയാക്കപ്പെട്ടു എന്ന വാദത്തിൽ ഉന്നയിച്ച് നിൽക്കുകയാണ് നടൻ ദിലീപും. എന്തായാലും 11 മണിയോടുകൂടി നടി ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി വരും. എന്താണ് ദിലീപ് ഇതിൽ കുറ്റക്കാരനാണോ അല്ലയോ? ആ ഒരു ഉത്തരം മലയാള സിനിമയിലെ തന്നെ, അല്ലെങ്കിൽ ദിലീപിനൊപ്പം നിന്ന ഒരുപാട് ആളുകൾക്ക് തന്നെ നൽകുന്ന ഉത്തരമായിരിക്കും ഇന്നത്തെ ഈ വിധിയോടുകൂടി ഉണ്ടാകുക. 1 hour later. ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിർണായകമായ വിധി ഈ കേസിലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഈ കേസിൽ വളരെ നിർണായകമായ വിധി വന്നിരിക്കുന്നു. 8ാം പ്രതി ദിലീപ് കുറ്റക്കാരനല്ല. 8ാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഇനിയാണ് എന്റെ ഷോ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.